രാജ്യത്ത് എല്ലാ തലത്തിലും കേരളം മുന്നിലാണ്. ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല. ഇപ്പോൾ ഇതാ ലോകത്തിൻ്റെ നെറുകയിലെത്തിയിരിക്കുന്നു കേരളം. സമകാലിക ആരോഗ്യ കേരളത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. 2011 മുതൽ 16 വരെയുള്ള കാലം അഴിമതിയുടെ കുത്തരങ്ങായിരുന്ന കാലം. 2016 മുതൽ 26 വരെയുള്ള കാലം അതിജീവനത്തിൻ്റെ കാലം, ഉയർച്ചയുടെ കാലം. ലോകത്തിൻ്റെ നെറുകയിലേക്ക് കേരളം ഉയർന്ന കാലം. നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും വളരും ഇടനാടുന്ന കേരളം, പ്രിയ കേരളം. UDF സർക്കാരിന്റെ കാലത്ത് 2 മന്ത്രിമാരാണ് ആരോഗ്യ വകുപ്പിനെ നയിച്ചത്. ആദ്യത്തെ 1 വർഷം അടൂർ പ്രകാശും ശേഷിക്കുന്ന 4 വർഷം ശ്രീ VS ശിവകുമാറും. 2 പേരും കോൺഗ്രസ് നേതാക്കളാണ്. കേരളത്തിലെ ആരോഗ്യമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്നു വന്നത് VS ശിവകുമാറിനെതിരെയായിരുന്നു. ബിനാമി നിക്ഷേപം മുതൽ മരുന്ന് വാങ്ങിയതിലെ അഴിമതി വരെ, തിരുവനന്തപുരത്ത് വൻകിട ആശുപത്രി ഇടപാടിലെ പങ്കാളിത്തം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. കഴിഞ്ഞ UDF സർക്കാരിലെ ഒരു പ്രമുഖ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയുമായി രാജേന്ദ്രന് ബിനാമി ബന്ധമുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. നിർമ്മൽ ചിട്ടി തട്ടിപ്പിനെ തുടർന്ന് 14,000-ലേറെ നിക്ഷേപകർക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ച ഘട്ടത്തിൽ VS ശിവകുമാർ നിർമ്മലിനെ പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ്. ഒരു കാര്യമില്ല, അത് പിന്നെ നിന്റെ നാട്ടിലുള്ള ഒരാളെന്നുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ. അതിനകത്ത് എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശിവകുമാറിന്റെ വാക്കുകളിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും VS ശിവകുമാറിന്റെ കുടുംബവും നിർമ്മലന്റെ കുടുംബവുമായി ആഴത്തിൽ ബന്ധങ്ങളുമുണ്ടെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. 1988-ലെ അഴിമതി നിരോധന നിയമം വകുപ്പ് 17A പ്രകാരമാണ് മുൻ മന്ത്രിയും നിലവിൽ തിരുവനന്തപുരം MLAയുമായ VS ശിവകുമാറിനെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവായത്. ഒരേ സമയം VS ശിവകുമാറിന്റെ വീട്ടിലും ബിനാമികളായ ശാന്തിവിള രാജേന്ദ്രൻ, ബ്ലേഡ് ഹരി, ശിവകുമാറിന്റെ ഡ്രൈവർ ഷൈജു ഹരൻ എന്നിവരുടെ വീടുകളിലുമായിരുന്നു പരിശോധന. 15 കോടി രൂപ മരുന്നിന് അഡ്വാൻസ് കൊടുത്തിട്ട് ചോദിച്ചപ്പോൾ കൈമലത്തി കാണിച്ചു. മന്ത്രിയായിരിക്കുമ്പോൾ എന്താണ്, അവർക്ക് കംപ്ലീറ്റ് പോലീസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാ സംരക്ഷണവുമുണ്ട്. ആ സംരക്ഷണം വെച്ചുകൊണ്ട് ആണ് ഈ കളി കളിച്ചത്. പക്ഷേ മകൾ ഡൽഹിയിലാണെന്നുള്ള വിവരം മന്ത്രി വിട്ടുപോയി. മകൾ ഡൽഹിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ തുറുപ്പിച്ചീട്ട് കിട്ടി മകളെ പിടിച്ച് അവർ കസ്റ്റഡിയിൽ വെച്ചത്. UDF സർക്കാർ 5 വർഷം ഭരിച്ച് അഴിമതി കൊണ്ട് നിറഞ്ഞാടിയ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ കൈപിടിച്ചുയർത്തിയത് കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ ഭരണമാണ്. OP ടിക്കറ്റ് എടുക്കാൻ രോഗികൾ തുണ്ട് കടലാസുമായി വരേണ്ടിയിരുന്ന ആ കാലത്ത് നിന്ന് ആരോഗ്യരംഗം ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലാണ്. പൊതുജനാരോഗ്യ രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ്. സർക്കാർ അവ വിപുലപ്പെടുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഒട്ടേറെ സുപ്രധാന നേട്ടങ്ങൾ നമ്മുടെ നാടിന് നേടാൻ കഴിയുകയാണ്. പല രീതിയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാക്കാനായി മെഡിക്കൽ കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ തോതിൽ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ആത്മവിശ്വാസത്തോടെ ആശ്രയിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളായി നമ്മുടെ സർക്കാർ ആശുപത്രികൾ മാറി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ജലവിതരണം തടസ്സപ്പെട്ടതോടെ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുന്നത്. പ്രതിദിനം 40 മേജർ ശസ്ത്രക്രിയകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നുവരുന്നു. ജലവിതരണം തടസ്സപ്പെട്ടതോടെ രോഗികളുടെ ശസ്ത്രക്രിയ ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. എയർ കണ്ടീഷൻ പ്ലാന്റുകൾ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ഗൈനക്കോളജിയിലെ ശസ്ത്രക്രിയകളും മുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ വൈദ്യുതിയില്ല. ആശുപത്രിയിലെ ഒരു ഇഞ്ചുറി വാർഡാണിത്. തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരാണിവർ. രാത്രിയിലാണ് കൂടുതൽ ദുരിതം.
പ്രായമായവർക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോലും വെളിച്ചക്കുറവ് തടസ്സമാകുന്നു. ഫാനും ലൈറ്റുമെല്ലാം നിശ്ചലം. മൊബൈലിൻ്റെ ടോർച്ച് കത്തിച്ച് വെച്ചാണ് ഭക്ഷണം കഴിച്ചത്. ഇഞ്ചക്ഷൻ എടുക്കുന്നതും ഇഞ്ചക്ഷൻ വയ്ക്കാൻ വരുമ്പോഴേ അങ്ങാണ് പിടിച്ചോണ്ട് പോണത്. ആ വട്ടത്ത് ലൈറ്റ് ഇല്ലാതെ വെളിയിലിറങ്ങണം. അപ്പോഴതൊരു വിഷമല്ലേ, കാല് വയ്യാത്ത ആളുകളാണ്, വയസ്സായ ആളല്ലേ. ലൈറ്റും ഇല്ല, വെള്ളവും ഇല്ല. 12ഓളം പഞ്ചായത്തുകളിലെയും മൂവാറ്റുപുഴ നഗരത്തിലെയും പാവപ്പെട്ട രോഗികളുടെ ഏക ആശ്രയമായ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ. ഇവിടെ എത്തുന്ന നിർധനരായ രോഗികൾക്ക് വെയിലും ചൂടുമേറ്റ് കൊതുകുകടിയും കൊണ്ട് വരാന്തയിൽ കിടക്കാനാണ് വിധി. സ്ഥലപരിമിതിക്ക് പുറമെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടത്ര സൗകര്യവും ഇവിടെയില്ലെന്ന് രോഗികൾ പറഞ്ഞു. രാത്രി വന്ന് ഇച്ചിരി നേരം കിടക്കാം, അതും കൊതുക് കടിച്ചിട്ട് കിടക്കാൻ പാടില്ല. നേരം വെളുത്തി കഴിഞ്ഞാൽ അവിടെ കിടക്കാൻ ഒക്കില്ല, വെയിലിൻ്റെ ചൂടടിച്ചിട്ട്. ആകെ 2 മക്കൾക്ക് സൗകര്യക്കുറവാണ്. ജനറൽ ആശുപത്രിക്ക് മിനിമം 550 കിടക്കകൾ വേണമെന്നതാണ് മാനദണ്ഡമെങ്കിലും ഇവിടെ 374 കിടക്കകൾ മാത്രമേയുള്ളൂ. ശസ്ത്രക്രിയ, ഹൃദ്രോഗം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ചികിത്സ, ജനറൽ മെഡിസിൻ, ഓർത്തോ, സൈക്യാട്രി ഉൾപ്പെടെ 12 സ്പെഷ്യൽ വിഭാഗങ്ങളും ജനറൽ ആശുപത്രിക്ക് വേണം. പേരിനെല്ലാം ഇവിടെ ഈ വിഭാഗമുണ്ടെങ്കിലും ആധുനിക ഓപ്പറേഷൻ തിയേറ്ററോ സ്പെഷ്യൽ ഡോക്ടർമാരുടെ സേവനമോ ഈ ആശുപത്രിയിൽ ലഭ്യമല്ല. താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രിയും വരെ വിദഗ്ധ പരിചരണ സംവിധാനങ്ങളൊന്നുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ജില്ലാ ആശുപത്രി കഴിഞ്ഞാൽ കൂടുതൽ രോഗികളെത്തുന്ന വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ 18 ഡോക്ടർമാർ ആവശ്യമുള്ളിടത്ത് 11 ഡോക്ടർമാർ മാത്രമേയുള്ളൂ. 2 വർഷത്തോളമായി ഇവിടെ സൂപ്രണ്ടില്ല. ഗൈനക്കോളജി വിഭാഗം അടച്ചിട്ടിരിക്കുന്നു. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് മാത്രമാണുള്ളത്. പുൽപ്പള്ളി CHCയിൽ OP വിഭാഗം പ്രവർത്തിക്കുന്നില്ല. 8 ഡോക്ടർമാർ ആവശ്യമുള്ള പനമരം CHCയിൽ 3 പേർ മാത്രം. മിക്ക ആശുപത്രികളിലും ആംബുലൻസോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരോ ഇല്ല. UDF സർക്കാരിന്റെ കാലത്തെ ആരോഗ്യ മേഖലയുടെ വികസന സൗകര്യങ്ങളുടെ നേർസാക്ഷ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ. അവിടെ നിന്നാണ് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാർ ആരോഗ്യ മേഖലയെ വികസനത്തിന്റെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഈ 10 വർഷക്കാലം വിസ്മയകരമായ മുന്നേറ്റം സാധ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. 10 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആശുപത്രികളുടെ സ്ഥിതി. ആരോഗ്യ കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യമില്ല, ഡോക്ടർമാരില്ല, ആവശ്യത്തിന് മരുന്നില്ല, ലാബുകളില്ല. 250 ലാബുകൾ തുടങ്ങും എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് തുടങ്ങാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം. താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളിലേക്ക് വന്നാൽ ഒരിടത്തും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ എന്ന് വേണ്ട, സാധാരണ സ്പെഷ്യാലിറ്റികളിലുള്ള ചികിത്സ പോലും ലഭ്യമല്ലാത്ത സാഹചര്യം. മെഡിക്കൽ കോളേജുകൾ ബോർഡ് മാറ്റി പലയിടങ്ങളിലും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചു. പക്ഷേ അടിസ്ഥാന സൗകര്യം ഒരുക്കുകയോ ആവശ്യത്തിന് ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും നൽകുകയോ ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ ലഭ്യമാക്കുകയോ ചെയ്തിരുന്നില്ല. കേരളത്തിൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചുമതല ഏൽക്കുമ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാത്രമായി ഒരു മിഷൻ രൂപീകരിച്ചു. ആ മിഷൻ്റെ പേരാണ് ആർദ്രം. ആർദ്രത്തിലൂടെ സർക്കാർ ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കുന്നതിനും ആശുപത്രികളെയും ആരോഗ്യ കേന്ദ്രങ്ങളെയും ജനസൗഹൃദവും രോഗീ സൗഹൃദവുമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ലോകം മുഴുവൻ അത്ഭുതമോടെ നോക്കാൻ വെമ്പും മുന്നേറ്റം, ആരോഗ്യത്തിൻ മേഖലയാകെ വികസന നേട്ട പടയോട്ടം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മന്ത്രിയായ ഉടനെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ ചെന്നപ്പോൾ പരിസരമാകെ എന്തുമാത്രം വൃത്തികേടായിട്ടാണ് ഇരുന്നിരുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് സന്ദർശിക്കാൻ പോയപ്പോഴും അവിടുത്തെ കാഷ്വാലിറ്റി അടക്കം വളരെ വളരെ വൃത്തിഹീനമായിരുന്നു. അത് നന്നാക്കാൻ ശ്രമിച്ചു. നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അവിടെ
ചെറിയ ഉപകരണങ്ങൾ പോലും ഇല്ലായിരുന്നു ഞങ്ങൾ വരുമ്പോൾ. അവിടെ സന്ദർശിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് 1.5 കോടി രൂപ അനുവദിച്ച് അത്യാവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങി. പിന്നെ അതിൻ്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. ഇന്ന് 280 കോടി രൂപയുടെ വലിയ കെട്ടിടം അവിടെ ഏകദേശം പൂർത്തിയായി വരികയാണ്. ആരോഗ്യവകുപ്പിൽ സംസ്ഥാനത്ത് പ്രാഥമിക തലം മുതലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് അഭൂതപൂർവമായ വികസന മുന്നേറ്റമാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നത്. കിഫ്ബിയുടെ ആവിർഭാവമാണ് ആരോഗ്യ മേഖലയുടെ അടിസ്ഥാന സൗകര്യ രംഗത്ത് മുമ്പെങ്ങുമില്ലാത്ത വികസനം സാധ്യമാക്കിയത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികൾ, ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവയുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് ആരോഗ്യവകുപ്പിന്റെ പദ്ധതികൾക്ക് കിഫ്ബി പ്രത്യേക പരിഗണന നൽകി. 10,000 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിച്ചു വരുന്നു. ജനറൽ, ജില്ലാ, താലൂക്ക് ആശുപത്രികൾ, ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങി 78 വിവിധ പ്രോജക്റ്റുകൾക്ക് 5,700 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. കിഫ്ബിയിൽ നിന്നും 4,000 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ച നിർമ്മാണ പ്രൊജക്ടുകൾ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിച്ചു വരുന്നു. ആദ്യഘട്ടത്തിൽ അനുമതി നൽകിയ എറണാകുളം ജനറൽ ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, പുനലൂർ താലൂക്ക് ആശുപത്രി, പയ്യന്നൂർ താലൂക്ക് ആശുപത്രി എന്നിവയുടെ പുതിയ കെട്ടിട സമുച്ചയങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കുണ്ടറ, ഫറോക്ക്, ചിറ്റൂർ, അടിമാലി, ഒറ്റപ്പാലം, മലയൻകീഴ്, പാറശാല എന്നീ താലൂക്ക് ആശുപത്രികൾ, കണ്ണൂർ ജില്ലാ ആശുപത്രി എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി. തദ്ദേശ സ്ഥാപന തലം മുതൽ പഞ്ചായത്ത് തലം മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും താലൂക്ക് തല ആശുപത്രി മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുന്ന വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ ആരംഭിച്ചു. 10 വർഷത്തിനിപ്പുറം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വിസ്മയകരമായ മാറ്റങ്ങളിൽ ഒന്ന് NSSO സർവേയിലൂടെ ഇത് വ്യക്തമാണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലൂടെ ഈ മാറ്റം എങ്ങനെ കേരളത്തിൽ പ്രതിഫലിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പഞ്ചായത്ത് തലത്തിലുള്ള അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന തലത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തപ്പെട്ടു. ബോർഡ് മാറ്റിവെക്കുകയല്ല ചെയ്തത്, അക്ഷരാർത്ഥത്തിൽ കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു, എല്ലായിടത്തും ലാബുകൾ സാധ്യമാക്കി. ആ ലാബുകളെ പരസ്പരം ബന്ധിപ്പിച്ചു. ഏതാണ്ട് 1,200ഓളം ലാബുകൾ ആരോഗ്യ കേന്ദ്രങ്ങളിലെ, ആശുപത്രികളിലെ മേജർ സർക്കാർ ലാബുകൾ പരസ്പരം ബന്ധിതമായി ഒരു വലിയ ശൃംഖല തീർക്കപ്പെട്ടു. ഇതുകൊണ്ടുണ്ടായ ഗുണം, നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെ ലാബിൽ നമുക്ക് സാമ്പിൾ കൊടുക്കാം. എല്ലാ പരിശോധനകളും അവിടെ സാധ്യമാകണം എന്നില്ല. പക്ഷേ മറ്റൊരു പരിശോധനയ്ക്കായി നമ്മളൊരു ഹയർ ലാബിലേക്ക്, കൂടുതൽ പരിശോധനാ സംവിധാനങ്ങളുള്ള ഒരു ലാബിലേക്ക് പോകേണ്ടതില്ല. ഈ ലാബിൽ സാമ്പിൾ കൊടുത്താൽ അവിടെ നിന്ന് സാമ്പിൾ ട്രാൻസ്പോർട്ട് ചെയ്ത് ഏത് പരിശോധനയാണോ നടത്തേണ്ടത്, അവിടെ നടത്താൻ കഴിയാത്ത ഉയർന്ന പരിശോധന ഏതാണോ അത് ഉയർന്ന ലാബിൽ നടത്തി അതിൻ്റെ റിസൾട്ട് നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിലേക്കും നമ്മുടെ ഫോണിലേക്കും ആ റിസൾട്ട് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ സാധ്യമാക്കിയിട്ടുണ്ട്. ബോർഡ് മാറ്റിയാൽ മെഡിക്കൽ കോളേജ് ആകുമോ? ആകുമെന്നാണ് UDF സർക്കാർ പറഞ്ഞത്. ജില്ലാ ആശുപത്രികളുടെ ബോർഡുകൾ മാറ്റി. പക്ഷേ മെഡിക്കൽ കോളേജിന് ആവശ്യമായ സൗകര്യങ്ങളൊന്നും ഒരുക്കിയില്ല. 2014 ജില്ലാ ആശുപത്രി എന്ന ബോർഡ് മാറ്റി അന്നത്തെ UDF സർക്കാർ ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത്. അന്ന് ബോർഡ് മാത്രമാണ് മാറിയത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 50 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയിരുന്നുവെങ്കിലും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ശരിയായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം അംഗീകാരം നിഷേധിക്കുകയും വിദ്യാർത്ഥികളെ പഠനത്തിനായി മറ്റു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടതായും വന്നു. പിന്നീട് അധികാരത്തിൽ വന്ന LDF സർക്കാരാണ് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മാത്രം 3,200 കോടി രൂപയുടെ വികസനമാണ് നടന്നത്. ഇത് കേരള ചരിത്രത്തിലാദ്യമാണ്. മെഡിക്കൽ കോളേജുകളെ അടിമുടി മാറ്റി LDF സർക്കാർ. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സമർപ്പിച്ച 17 പദ്ധതികൾക്ക് 3,200 കോടി രൂപയുടെ ഭരണാനുമതി നൽകുകയും
2000 കോടി രൂപയുടെ ധനാനുമതി കിഫ്ബിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. നിർമ്മാണ പ്രവർത്തികൾ മെഡിക്കൽ കോളേജുകളിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 717 കോടിയുടെ മാസ്റ്റർ പ്ലാൻ കിഫ്ബി ധനസഹായത്തോടെ തയ്യാറാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ 228 കോടി രൂപയിൽ നിർമ്മിച്ച സർജിക്കൽ ബ്ലോക്ക് പ്രവർത്തന സജ്ജമായി. 269 കോടി രൂപയിൽ നിർമ്മിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അവസാന ഘട്ടത്തിലാണ്. എറണാകുളം മെഡിക്കൽ കോളേജിൽ 333 കോടി മുതൽ മുടക്കി നിർമ്മിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പ്രവർത്തന സജ്ജമായി. UDF സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയ കോന്നി മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചു. 279 കോടി രൂപയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ട്രോമ കെയർ ബ്ലോക്കിനും നവീകരണത്തിനുമായി 124.95 കോടി രൂപയുടെ ഭരണാനുമതിയായി. തൃശൂർ മെഡിക്കൽ കോളേജിൽ മദർ ആൻഡ് ചൈൽഡ് ബ്ലോക്കിന് 279 കോടി രൂപയും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് 199 കോടി രൂപയും ഭരണാനുമതിയായി. കാസർഗോഡ് മെഡിക്കൽ കോളേജിന് 160 കോടി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ OP ബ്ലോക്കിന് 187.5 കോടി. പിണറായി സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി മാത്രം കിഫ്ബി വഴി നൽകിയത് 3200 കോടി രൂപ. ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് ആക്കുകയല്ല, പകരം ചിട്ടയായ മാസ്റ്റർ പ്ലാനിലൂടെ സമൂലമായ മാറ്റം വരുത്തുകയാണ് ചെയ്തത്. തകർന്നടിഞ്ഞു കിടന്നിടത്തു നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നു കേരളം. ഉറപ്പുള്ള വാക്കിൽ നിന്നും ഉയർക്കുന്ന നേരും കൊണ്ടേ ഉടച്ചൊന്നു വാർത്തു നമ്മൾ നാടിൻ രൂപം. സർക്കാരിന്റെ നിശ്ചയദാർഢ്യം, ചിട്ടയായ പ്രവർത്തനം, അതിനെല്ലാം അപ്പുറം ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉത്തരവാദിത്തമായി സ്വയം ഏറ്റെടുത്തു പിണറായി സർക്കാർ. ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ മേഖലയിൽ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവയവമാറ്റ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിസങ്കീർണവും വലിയ സാമ്പത്തിക ചെലവ് വരുന്നതുമായിട്ടുള്ള അവയവമാറ്റ ശസ്ത്രക്രിയകൾ സർക്കാർ മെഡിക്കൽ കോളേജിൽ സാധ്യമാക്കുന്നതിലൂടെ സാമ്പത്തികമായ പ്രതിസന്ധിയിലായി പോകുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കാൻ സർക്കാരിന് കഴിയുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ചികിത്സാ സംവിധാനങ്ങൾ കൂടുതൽ ആളുകൾക്ക് ആക്സസിബിൾ ആകുക, ഈ ശസ്ത്രക്രിയകൾക്കായി കൂടുതൽ കാത്തിരിക്കാതെ തന്നെ അത് സാധ്യമാക്കുന്ന സാഹചര്യം ഉണ്ടാവുക, ഇതെല്ലാം ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വച്ചിരുന്നതാണ്. 2022 ഫെബ്രുവരി മാസം 14 തീയതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യമായി കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആരംഭിക്കുന്നത്. വിജയകരമായി അവിടെ പിന്നീട് ആദ്യ ശസ്ത്രക്രിയയും പിന്നീടുള്ള ശസ്ത്രക്രിയകളും നടന്നു വരുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആരംഭിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്ഥാപിക്കുകയാണ്. ഓർമ്മയില്ലേ കോവിഡ് കാലം? സർക്കാരും ജനതയും ഒത്തൊരുമയോടെ മഹാമാരിയെ ഒന്നിച്ചു നേരിട്ടത് മറക്കാനാവുമോ? എല്ലാ ദിവസവും വൈകുന്നേരം മുഖ്യമന്ത്രി നയിച്ച വാർത്താ സമ്മേളനം, ഒരു ജനതയെ മുന്നിൽ നിന്ന് ജീവിതത്തിലേക്ക് നയിച്ച പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ. കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട് ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിന്ന കാലം. പിണറായി സർക്കാർ ലോകത്തിൽ എവിടെയും സാധ്യമാകാത്ത രീതിയിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി. ആകെ 51,51,712 കേസുകൾ സ്ഥിരീകരിച്ചതിൽ 51,51,632 പേരുടെയും രോഗം ഭേദമാക്കി. 4,60,40,48,106 പേർക്ക് വാക്സിൻ നൽകി. വീടുകളിൽ ക്വാറന്റീൻ സൗകര്യമില്ലാതിരുന്ന എല്ലാ അന്തർദേശീയ യാത്രക്കാരെയും ക്വാറന്റീൻ ചെയ്യാനായി കോവിഡ് കെയർ സെന്ററുകൾ സ്ഥാപിച്ചു. രോഗലക്ഷണമുള്ളവർക്കായി കോവിഡ് ആശുപത്രികളും രോഗലക്ഷണമില്ലാത്ത എന്നാൽ രോഗികളുമായി സമ്പർക്കത്തിലായവർക്ക് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രങ്ങളും സ്ഥാപിച്ചു.
രോഗം കണ്ടുപിടിക്കുന്നതിലും ചികിത്സിക്കുന്നതിലും കേരളം എന്നും മുന്നിലാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ലോകം വിറങ്ങലിച്ചു നിന്ന കോവിഡ് മഹാമാരി വളരെ വിജയകരമായി ശാസ്ത്രീയമായി അതിനെ പ്രതിരോധിക്കുന്നതിന് കേരളത്തിന് കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കേരളമാണ് കോവിഡ് മരണനിരക്ക് ഏറ്റവും കൃത്യമായി രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. മറ്റു പലയിടങ്ങളിലും അണ്ടർ റിപ്പോർട്ടഡ് ആയിരുന്നുവെങ്കിൽ കൃത്യമായ കണക്കുകൾ കേരളമാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ മരണനിരക്ക് ഏറ്റവും കുറവും കേരളത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വൈറസ് ബാധിച്ചാൽ തിരിച്ചുവരവ് അപൂർവം. അതാണ് നിപ്പ. 2018 മെയ് മാസത്തിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലുണ്ടായ രോഗബാധ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ആശങ്കയിലാക്കി. വൈറസ് ബാധയ്ക്ക് സാധ്യതയുള്ളതും സ്ഥിരീകരിച്ചതുമായ കേസുകളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി. കേരളം നടത്തിയ ചെറുത്തുനിൽപ്പ് അസാധാരണമായിരുന്നു. കേരളത്തിലെ ആരോഗ്യമേഖലയ്ക്ക് പുതുജീവൻ നൽകിയ ആർദ്രം മിഷൻ ആരോഗ്യ സ്ഥാപനങ്ങളെയും ജനങ്ങളെയും കമ്പ്യൂട്ടർ ശൃംഖലകളുമായി ബന്ധിപ്പിക്കുന്നതിന് 2017 ആരംഭിച്ച ഇ ഹെൽത്ത് പദ്ധതി 2.5 കോടി വ്യക്തികളുടെ ഡാറ്റാബേസ് ശേഖരിച്ച് ഇലക്ട്രോണിക് രേഖകളായി സംഭരിച്ച് രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമാണ്. പ്രമേഹം മുൻകൂട്ടി കണ്ടെത്തി നിയന്ത്രിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും 360 ഡിഗ്രി മെറ്റബോളിക് സെന്ററുകൾ, 45 ലക്ഷം പേർ അംഗങ്ങളായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ 3.5 ലക്ഷം പേർക്ക് ചികിത്സാ സഹായം നൽകി. കിടപ്പ് രോഗികൾക്ക് പൈപ്പ് ലൈനിലൂടെ ഓക്സിജൻ തുടർച്ചയായി വിതരണം ചെയ്യുന്ന പ്രാണ പദ്ധതി, 2.5 ലക്ഷത്തിലേറെ രോഗികൾക്ക് സാന്ത്വനം പരിചരണം നൽകുന്ന പദ്ധതിക്ക് ലോകാരോഗ്യ സംഘടനയുടെ അഭിനന്ദനം ഏറ്റുവാങ്ങി. ഹൃദയ ചികിത്സയ്ക്ക് വേണ്ട കാത്ത് ലാബുകൾ 14 ജില്ലകളിലും സ്ഥാപിച്ചു. എണ്ണി പറയാൻ നേട്ടങ്ങളേറെ. നാട് മാറിയത് കാണണമെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങണം. നാട്ടിലേക്ക് ഇറങ്ങിയ പോരാ, കണ്ണ് തുറന്ന് കാണണം. ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ ഒരു യാത്ര നടത്തി നോക്കൂ. അപ്പോൾ കാണാം കേരളത്തിന്റെ മാറ്റം. നമ്മൾ മലയാള മണ്ണിന്റെ മക്കൾ.